അപ്പ അപ്പനിവിടെ ഇരിക്ക. അപ്പൻ ഇന്നലെ എവിടെയായിരുന്നു? അപ്പൻ എറണാകുളം വരെ പോയതാടാ. കുറച്ച് ക്ലയന്റിനെ കാണാൻ വേണ്ടി പോയതാ. നീ ആ ഫോൺ എടുത്തോണ്ട് വന്നേ. എന്താ ഡാ ഉറങ്ങാൻ സമയല്ലേ? പോയി കിടന്നുറങ്ങിയ നീ പരിശോധിച്ചോട്ടാ. പാർട്ടിക്ക് തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പാർട്ടി തന്നെ വിളിക്കും. മഴ പെയ്യുന്നു എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ബിജുവിനെ വിളിക്കരുത്. ഓക്കെ? അപ്പോൾ കാര്യങ്ങൾ നീ നോക്കി കണ്ട് ചെയ്തോളേ. ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി 8 മണിക്ക് കുറച്ച് കാശ് വരും. നീ വണ്ടി എടുത്തോ. കാറാ? ഞാൻ ബൈക്കിൽ പോയിക്കോളാം. നീ എവിടാന്ന് പറ. ഒരു 5 രൂപ ഉണ്ടോ? 5 രൂപയല്ലോ. ഞാൻ ബൈക്കിൽ പോയി എടുത്തോണ്ടാ. നീ എവിടാന്ന് പറ. 5 കോടി. എത്ര? 5 കോടിന്ന്. 5 കോടിയാ? അതെന്താ നിനക്ക് പോയാ? അവര് ഓഫീസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞേക്കണേ. എനിക്ക് അപ്പനെയും കൊച്ചിനെയും മാറ്റാൻ വേണം. അതെന്താ അത്ര പൈസ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാനില്ല, ഞാൻ പോവാ. ഞാൻ പോവാം. എത്തിയോ? ഞാൻ ഈ വീട്ടിലിരിക്കുന്ന സാധനം മുഴുവൻ എടുത്ത് കത്തിക്കാൻ പോവായിരുന്നു. ടീച്ചറെ 2 ആഴ്ചക്കകത്ത് ഞാൻ വാടക തരാം. ഞാൻ ബിസിനസ്സായിട്ടൊന്ന് പുറത്തു പോവാം. ഇവരൊരു കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ? എന്റെ വാടക മുഴുവൻ തിരിച്ചു കിട്ടാതെ ഒരാൾ ഈ വീട്ടിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. ടീച്ചറെ വന്നോണ്ട് ഞാൻ അവിടുത്തെ പൈസയ്ക്ക് ഒന്ന് പോയി തരാവോ? ഈ നേരം കേട്ട നേരത്തെ ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നു. വലിയ ഉപകാരം. അത് വേണ്ട. സ്കൂളിൽ പോണ്ടേ? ഞാൻ കുറച്ച് ദിവസം കണ്ടിട്ട് പോവാം നമുക്ക് സ്കൂളിലേക്ക്. നമ്മുടെ വണ്ടി കള്ളന്മാരെടുത്തോണ്ട് പോണു. അതെ, വർക്ക്ഷോപ്പിൽ എഞ്ചിൻ പണിക്ക് വേണ്ടി സർവീസിന് പോയേക്കാം. എങ്ങോട്ടാ പോയേ? നമ്മുടെ വിനീതന്റെ വർക്ക്ഷോപ്പിലേക്ക്. ചേട്ടാ, നിന്റെ വണ്ടി പോലീസ് നോക്കില്ല. നിന്നോടൊരു കാര്യം പറഞ്ഞു പിന്നെ നീ എന്തിനാ കണ്ണി കണ്ടോല്ലേ കൊടുത്തേക്കിന്? നീ അവരോട് ബിജുവിന്റെ പേരെങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല, അതിനെ പറ്റിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അവന്റെ അടുത്ത്. 2 കിട്ടുമ്പോ പറയോ കംപ്ലീറ്റ് പോലീസ് നോക്കുമ്പോ? ചേട്ടാ അവനൊന്നും പറയില്ല ചേട്ടാ. എടാ, ആള് പുറത്തുണ്ടെങ്കിൽ നിന്നെ ജാമ്യത്തിലെടുക്കാനുള്ള ആളുണ്ടാവട്ടാ. അത് നീ മനസ്സിലാക്കുക. ചേട്ടാ എന്താടാ കാര്യം? എന്താ? ഇല്ലപ്പാ, ഞാൻ മറ്റൊരു ഒരു ക്ലയന്റ് മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞില്ലേ? ഒരു 1-2 ആഴ്ചത്തേക്ക് വേണ്ടി മാറി നിൽക്കായിരിക്കും. അപ്പോൾ അപ്പനും എവിടെ നിർത്തുമെന്ന് ആലോചിക്കണേ. ഞങ്ങൾ ഓഫീസിൽ നിൽക്കാലോ. നീ പോയിട്ട് വാ. എന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്താൽ മതിയായിരുന്നു. നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോയെന്തിനാ?
നീ വേഗം സ്കൂട്ട് അയക്കാം. ശരി ചേട്ടാ. എന്തായാലും തൃശ്ശൂർ കിടന്നിനി കറങ്ങണ്ട കേട്ടോ. എങ്ങോട്ടേക്ക് മാറും. പോലീസിന് പിടി കൊടുക്കാൻ നിൽക്കണ്ട. പിന്നെ ഇതിലോട്ട് ഇനി അധികം വിളിക്കാൻ നിൽക്കണ്ട. ജോമി, ഞാൻ വിളിക്കാം. നീ എവിടെ? സ്റ്റേഷനിലാ. എവിടെയാണ്? പോലീസ് സ്റ്റേഷനിലാ. ചേട്ടാ, ഞങ്ങൾ ഈ 3 പേർക്കും ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ബുക്ക് ചെയ്തിട്ടില്ല. അയ്യോ, അങ്ങനെ പറ്റില്ല. 2 മാസം മുമ്പ് നമ്മളെല്ലാം ക്ലോസ് ചെയ്യും. ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തവർക്ക് ധ്യാനത്തിന് വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. ദൂരത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് എണ്ണത്തിനുള്ള സൗകര്യം ഇവിടെ ഇല്ലേ. കൂടുതൽ പേരെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് വേറെ വിചാരിക്കരുത്. സഹോദരങ്ങളെ, ദൈവനാമത്തിൽ നാം ഒന്നുചേർന്നിരിക്കുന്ന ഈ സുന്ദര സായാഹ്നത്തിന് നമുക്ക് ദൈവമഹത്വത്തിനായി അല്പനേരം ദൈവത്തെ സ്തുതിക്കാം. ഒന്നിച്ച് വിളിച്ച് ഈശോയെ, നമുക്കൊന്നു ചേർന്ന് ഈശോയെ സ്തുതിക്കാം. എന്റെ പൊന്നളിയാ, 8ന്റെ പണിയായി പോയിട്ടോ നീ തന്നത്. നീ സേഫ് അല്ലേ? സേഫ് ആണോന്ന്? നിന്റെ ആ ഊള തല്ലിപ്പൊളി വണ്ടി ഉണ്ടല്ലോ, അത് തൃശ്ശൂർ ടൗണിൽ വെച്ച് അത് ബ്രേക്ക് ഡൗൺ ആയി. കാശിന്റെ കാര്യം എന്തായി? എടാ, കാശൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നാട്ടുകാരിലെ എൻ്റെ മെക്കിട്ടും കയറി തൃശ്ശൂർ ടൗൺ മൊത്തം ബ്ലോക്കുമായി. അവസാനം പോലീസ് എന്നെ പിടിച്ചോണ്ട് പോയി. വണ്ടിയാണ് അവർ കൊണ്ടുപോവുകയും ചെയ്തു. അയ്യോ, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. ശരി എന്നാ. അപ്പാ പോവാ നമുക്ക്. ഹലോ, അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ട്. ഇപ്പോഴേ എപ്പോഴും സ്വീകരിക്കട്ടെ. എന്തായാലും ധ്യാനത്തിന് കൂടണം. ആഗ്രഹിച്ച ഒന്നല്ലേ, നിനക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഇല്ല അച്ഛൻ, ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. നോ നോ നോ, നീ അകത്തേക്ക് വരിക.